നമസ്തേ. ദുബായിലെ സാലിക് അഥവാ റോഡ് ടോൾ എല്ലാവർക്കും ഒരു ചെറിയ കൺസേണാണ്. ദുബായിലെ ഏത് റോഡിൽ പോയാലും നമ്മൾ ഒരു ടോളെങ്കിലും കൊടുക്കാതെ റോഡ് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലരും ഈ റോഡ് ടോളിനെ കുറിച്ച് വറി ചെയ്യാറുണ്ട്. അതുകൊണ്ട് വളഞ്ഞ വഴിയൊക്കെ എടുത്ത് മറ്റു വഴികളൊക്കെ ചുറ്റിക്കറങ്ങി പോകാറുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു 6 ദിർഹത്തിൻ്റെ സാലിക്ക് കൊടുക്കാൻ മടിച്ചിട്ട് 10 ദിർഹത്തിൻ്റെ പെട്രോളും കളഞ്ഞിട്ടാണ് പോകുക എന്നുള്ളതാണ് സത്യം. പിന്നെ അതിൻ്റെ സ്ട്രെസ്സും ടൈമും ഒക്കെ വേറെയും. എന്നാൽ ഈ ടോളിനെ പറ്റി നിങ്ങൾക്ക് വറി ചെയ്യാതെ ദുബായിൽ എങ്ങനെ ട്രാവൽ ചെയ്യാം അതറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ഫുള്ളായിട്ട് കാണണം. ഞാനിത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ദുബായിലെ റോഡ് വഴി യാത്ര ചെയ്യുമ്പം ഷൂട്ട് ചെയ്ത കുറച്ച് സീനാണിത്. മെയിൻലി ദുബായിലെ കുറേ റൗണ്ട് അബൌട്ടുകൾ, മനോഹരമായ റൗണ്ട് അബൌട്ടുകളും ലാൻഡ്സ്കേപ്പുകളും. നിങ്ങൾ ജോലിക്ക് തിരക്കിട്ട് ഓടുന്നതിന് ഇടയിൽ നമ്മൾ ആരും പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ദുബായിലെ മനോഹരമായ റോഡുകൾ. വൃത്തിയുള്ളതും വെടിപ്പുള്ളതും നല്ല വീതിയുള്ളതും 5ഉം 6ഉം ട്രാക്കുള്ളതുമായ റോഡുകൾക്കുപരി മനോഹരമായ ലാൻഡ്സ്കേപ്പ് ഉണ്ട് ദുബായ് റോഡുകളിൽ. ഒപ്പം സ്പെസിഫിക്കലി റൗണ്ട് അബൌട്ടുകൾ, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കുറച്ച് നേരം. ഈ ഷോർട്സ് എടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തായ സച്ചിനും കൂടി ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. പിന്നെ റഷീദിയ വഴി ഗിസൈസ്, മംസാർ, ദേര, ഇൻഫിനിറ്റ് ബ്രിഡ്ജ് വഴി ബർദുബായ്, വേൾഡ് ട്രേഡ് സെൻറ്റർ ഏരിയ, പിന്നെ നാദൽ ഷേബ, അൽഖേൽ റോഡ്, അൽവാസൽ ഹോസ്പിറ്റൽ, അങ്ങനെ ചുറ്റി തിരിച്ച് വീണ്ടും ഗിസൈസ് വരെയാണ് ഈ യാത്ര പോയിട്ടുള്ളത്. പക്ഷേ ഈ ഏരിയയിൽ ഒരു സ്ഥലത്തും നമ്മൾ സാലിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം അത് അങ്ങനെ ഒരു റോഡായിരുന്നു. പക്ഷെ നമ്മുടെ മെയിൻ പോയിൻ്റ് അതല്ല. നമ്മൾ സാലിക്ക് കൊടുക്കാതെ ചുറ്റിക്കറങ്ങി പോകുക എന്നുള്ളതല്ല. നമ്മൾ ഡേ ടു ഡേ ആവശ്യത്തിന് അങ്ങനെ പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ പോകുമ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലാൻഡ്സ്കേപ്പുകളാണ്. ദുബായിൽ ഇത്രയും നല്ല റോഡുകൾ, ഇത്രയും മനോഹരമായി ബ്യൂട്ടിഫുള്ളായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള റൗണ്ട് ബോട്ടുകളും റോഡിൻ്റെ ഓരങ്ങളും അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. അത് ആസ്വദിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ മിറാക്കിൾ ഗാർഡനിൽ ഒരു ടിക്കറ്റ് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ എത്ര കാശാവും? അപ്പം മിറാക്കിൾ ഗാർഡൻ പോലെയുള്ള ഒരു സ്ഥലം കാണാൻ 80-85 ദിർഹം ടിക്കറ്റ് എടുത്തിട്ട് പോകണം നിങ്ങൾ. അപ്പോൾ അത്രയും മനോഹരമായ ലാൻഡ്സ്കേപ്പ് ദുബായിൽ നിങ്ങൾ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ വെറും 6 ദിർഹം അല്ലെങ്കിൽ 12 ദിർഹം കൊടുക്കുന്നു എന്ന് കൂട്ടിയാൽ നിങ്ങൾ സാലിക്കിനെ പറ്റിയുള്ള ടെൻഷൻ പിന്നെ ഉണ്ടാവില്ല. കാരണം ദിസ് ഈസ് സംതിങ് യു കനോട്ട് അവോയ്ഡ്. നിങ്ങൾ എന്തായാലും ടാക്സ് അഥവാ റോഡ് ടോൾ അഥവാ സാലിക്ക് കൊടുക്കണം. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ദുബായിൽ ഇത്രയും മനോഹരമായ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതിന്, ഇത്രയും മനോഹരമായ ലാൻഡ്സ്കേപ്പ് ആസ്വദിക്കുന്നതിന് ഒരു 12 ദിർഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇന്ന് മുതൽ ആ ഒരു മൈൻഡ് സെറ്റപ്പിലൂടെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് സാലിക്ക് കൊടുക്കുന്ന ടെൻഷൻ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ദുബായിലെ ഈ വണ്ടർഫുൾ ഇൻഫ്രാസ്ട്രക്ചറിനും ലാൻഡ്സ്കേപ്പിനും നമ്മളുടേതായ ഒരു സംഭാവന കൊടുക്കുന്നു എന്ന അഭിമാനത്തോടെ യാത്ര ചെയ്താൽ യു വിൽ ബി വെരി ഹാപ്പി.